والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, എല്ലാ ചൊവ്വാഴ്ചകളിലും തിങ്കളാഴ്ചകളിലും നമ്മൾ നടത്തി വരാറുള്ള പങ്ക്തിയുടെ 3ാമത്തെ ആഴ്ചയാണ് ഇന്ന്. ശുദ്ധ ഖുർആനിൽ സൂറത്ത് ഹശ്ർ 59ാമത്തെ അധ്യായമാണ്. സൂറത്ത് ഹശ്റിലെ 9ാമത്തെ ആയത്ത് ഇപ്രകാരമാണ്: വല്ലദീന തബവ്വഉദ്ദാറ വൽ ഈമാന മിൻ ഖബ്ലിഹിം യുഹിബ്ബൂന മൻ ഹാജറ ഇലൈഹിം ولا يجدون في صدورهم حاجة مما أوتوا ويؤثرون على أنفسهم ولو كان بهم خصاصة ومن يوق شح نفسه فأولئك هم المفلحون. ഇത് പിന്നെ പലർക്കും നന്നായി പരിചയമുള്ള, ഇതിന്റെ പശ്ചാത്തലം പോലും പരിചയമുള്ള ഒരായത്താണ്. വളരെ പ്രസക്തമായ ചില വിഷയങ്ങളെ ഊന്നിക്കൊണ്ടാണ് ഈ ആയത്തിലെ സംഭവ വികാസങ്ങൾ നമ്മളോട് സംസാരിക്കുന്നത്. അത് വഴി ഞാൻ വിശദീകരിക്കുന്നതാണ് ഇൻഷാ അല്ലാഹ്. വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും അള്ളാഹുവിന്റെ ഗുണവിശേഷണങ്ങളായ അർ റഹ്മാൻ, അർ റഹീം എന്നിവ കൊണ്ടാണ് ആരംഭിക്കുന്നത്. നമുക്കറിയാം 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് അങ്ങനെയാണ്. ഏറ്റവും കൂടുതൽ ജോഡിയായിട്ട് വന്നതും അത് തന്നെയാണ്. അള്ളാഹുവിന്റെ നാമവിശേഷണങ്ങളിൽ ഏറ്റവും പെയർ യൂസേജ് എന്ന് നമുക്ക് പറയാം, ജോഡിയായി വന്നിട്ടുള്ള പ്രയോഗം അള്ളാഹുവിന്റെ റഹ്മാൻ, റഹീം എന്നീ സിഫത്തുകളാണ്. ഈ വിശേഷണങ്ങളിൽ അടങ്ങിയിരിക്കുന്ന ആശയവും സന്ദേശവും വളരെ വലുതാണ്. അള്ളാഹു റഹ്മാനാണ്, റഹീമാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും പരിചയമുണ്ട് അതെന്താണ് എന്ന്. അതിന്റെ ചില വശങ്ങളെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷില് നമുക്കൊക്കെ പരിചയമുള്ള 3 പദങ്ങളുണ്ട്. അത് ഒന്ന് മേഴ്സി എന്നാണ്. മേഴ്സി എന്ന് പറഞ്ഞാൽ കരുണ എന്ന് നമുക്ക് പറയാൻ കഴിയും. രണ്ടാമത്തേത് സ്നേഹം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ലവ് എന്ന പദമാണ്. പക്ഷേ ഈ പദമൊക്കെ ഇന്ന് വളരെ കോർണറൈസ് ചെയ്തുപോയ പദങ്ങളാണ്. ലവ് എന്ന് പറയുമ്പോൾ തന്നെ കേൾക്കുന്നവർക്ക് എന്തോ ഒരു മോശത്തരം എന്ന് തോന്നാവുന്ന രൂപത്തിൽ ആ പദത്തെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂന്നാമത് കൈൻഡ്നസ്. കൈൻഡ്നസ് എന്ന് പറഞ്ഞാൽ ദയയാണ്, ദയ. ഇത് ഈ 3 പദങ്ങളും ഇന്റർ റിലേറ്റഡ് ആണ്, പരസ്പര ബന്ധമുള്ളവയാണ്, പരസ്പര പൂരകങ്ങളാണ്. അല്ലെങ്കിൽ ഒന്ന് മറ്റൊന്നുമായി ഇഴചേർന്നു നിൽക്കുന്ന പദങ്ങളാണ് എന്ന് കാണുവാൻ കഴിയും. മേഴ്സി എന്നായിരുന്നാലും ശരി, ലവ്, കൈൻഡ്നസ്.
ഒരേ അർത്ഥതലത്തിൽ പരസ്പരം മാറി മാറി ഉപയോഗിക്കുന്ന പദങ്ങളാണ്. ഈ വിഷയങ്ങൾ തന്നെയാണ് പടച്ചതമ്പുരാന്റെ ഗുണവിശേഷങ്ങളായി പറയപ്പെടുന്ന അർ റഹ്മാൻ, പരമകാരുണികൻ, റഹീം, കരുണാനിധിയായവൻ, കരുണയുടെ കടലായവൻ എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചിരിക്കുന്ന പദങ്ങൾ. ഖുർആനിലെ 55-ാമത്തെ അധ്യായം സൂറത്തുർ റഹ്മാനാണ്. ആ സൂറത്തിൽ എത്ര പ്രാവശ്യമാണ് റഹ്മാൻ എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത് ആർക്കെങ്കിലും പറയാൻ കഴിയും? ശുദ്ധഗ്രാലിലെ 55-ാമത്തെ അധ്യായമായ സൂറത്തുർ റഹ്മാനിൽ റഹ്മാൻ എന്ന പദം എത്ര പ്രാവശ്യം ഉപയോഗിച്ചിരിക്കുന്നു? ആരെങ്കിലും ഒന്ന് ടെക്സ്റ്റ് ചെയ്യോ? തെറ്റിയാലും കുഴപ്പമില്ല, പറഞ്ഞോളൂ. ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല സഹോദരന്മാരെ? പറഞ്ഞോളൂ. 33 തവണ. ഇനി ആൻസർ ഉണ്ടോ? സൂറത്തുർ റഹ്മാൻ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യാപ്തിയുള്ള, നമുക്കൊക്കെ പരിചിതമായ വ്യാപകമായ അർത്ഥതലങ്ങളുള്ള അർ റഹ്മാൻ എന്ന ഗുണവിശേഷണത്തിൽ തന്നെ തുടങ്ങുന്ന സൂറത്താണ്. 36 ആൻസർ വന്നിട്ടുണ്ട്, 33. പക്ഷേ ഉത്തരം ഞാൻ പറയാൻ പോകണം, അത് ഉത്തരങ്ങൾ രണ്ടും ശരിയായിട്ടില്ല. സൂറത്തുർ റഹ്മാനിൽ അർ റഹ്മാൻ എന്ന പദം ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഉപയോഗിച്ചിട്ടുള്ളൂ. പക്ഷെ ആ സൂറത്തിന്റെ പേര് തന്നെ സൂറത്തുർ റഹ്മാൻ എന്നാണ്. അതിന്റെ 1-ാമത്തെ ആയത്തിൽ അർ റഹ്മാൻ അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ എന്ന് തുടങ്ങി അങ്ങനെ അവസാനം വരെ ഓതിയാൽ 1-ാമത്തെ ആയത്തിൽ മാത്രമേ അർ റഹ്മാൻ എന്ന പദം കാണാൻ കഴിയുള്ളൂ. പക്ഷെ ആ സൂറത്തിൽ അവൻ നിങ്ങൾക്ക് ചെയ്തു തന്ന കാര്യങ്ങൾ എന്തൊക്കെയാകുന്നു എന്ന് മനുഷ്യകുലത്തെ നോക്കി അള്ളാഹു സംസാരിക്കും. അല്ലമൽ ഖുർആൻ ഖലഖൽ ഇൻസാൻ അല്ലമഹുൽ ബയാൻ, വേദഗ്രന്ഥം പഠിപ്പിക്കുകയും മനുഷ്യനെ സൃഷ്ടിക്കുകയും അതേപോലെ തന്നെ അതിന്റെ വ്യാഖ്യാനം പഠിപ്പിക്കുകയും സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ സൃഷ്ടിച്ച് അതിനെ സ്ഥാപിക്കുകയും അതേപോലെ തന്നെ സസ്യലതാദികൾ നിങ്ങൾക്ക് വേണ്ടി മുളപ്പിച്ചു വളർത്തുകയും അങ്ങനെ അള്ളാഹുവിന്റെ എണ്ണിയാൽ ഒടുങ്ങാത്ത അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പിന്നെ സംസാരിക്കുന്നത്. അതിലെ 1-ാമത്തെ ആയത്ത് അർ റഹ്മാൻ എന്നാണ്. അപ്പൊ ആ റഹ്മാന്റെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ് ബാക്കിയുള്ള മുഴുവൻ ആയത്തുകളിലും പറയുന്നത്. പക്ഷെ അള്ളാഹു അവിടെ ആ റഹ്മാൻ എന്ന പദം പിന്നീട് ഒരിക്കൽ പോലും ആവർത്തിച്ചിട്ടില്ല. അപ്പൊ അള്ളാഹുവിന്റെ ആ പ്രവർത്തനങ്ങളിൽ നിന്ന് അള്ളാഹുവിന്റെ കാരുണ്യം നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നു. നിങ്ങൾക്ക് അള്ളാഹു ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ നിങ്ങൾ എണ്ണിയാൽ തീരുകയില്ല. വഇൻ തഅദ്ദൂ നിഅമത്തല്ലാഹി ലാ തുഹ്സുഹ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ റഹ്മാൻ, റഹീം എന്നീ വിശേഷണങ്ങളെ അള്ളാഹു അവന്റെ ഏറ്റവും നല്ല നാമങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു. അതുകൊണ്ട് പടച്ചതമ്പുരാൻ ആഗ്രഹിക്കുന്നത് മനുഷ്യന്മാരും ആ ഗുണവിശേഷം ഉള്ളവരായിരിക്കണമെന്നാണ്. ഇവിടെ സ്നേഹം, ദയ, കാരുണ്യം എന്നൊക്കെ പറയുന്നത് മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ലവ് ഈസ്
നോർമലി അസോസിയേറ്റഡ് വിത്ത് ഹാർട്ട്. സ്നേഹം എന്ന് പറയുന്നത് മനുഷ്യന്റെ ഹൃദയവുമായി ബന്ധപ്പെട്ട ഒരു വികാരമാണ്. പക്ഷേ ഹൃദയവുമായി ബന്ധപ്പെട്ട വികാരം എന്ന് പറയുമ്പോൾ നമ്മുടെ ഹൃദയം ഇപ്പോൾ രക്തം പമ്പ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നുണ്ട്, അത് മിടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് വെറും ഫിസിക്കൽ ഹാർട്ട് മാത്രം, ഭൗതികമായ നമ്മുടെ ഹൃദയം ചെയ്യുന്നൊരു പണിയാണ്. അപ്പൊ ഹൃദയമില്ലാത്തവർ, ഹൃദയശൂന്യർ, ഹൃദയശുദ്ധിയില്ലാത്തവർ എന്നൊക്കെ നമ്മൾ പ്രയോഗിക്കാറുണ്ടല്ലോ. ആ ഹൃദയം കൊണ്ട് ഉദ്ദേശിക്കുന്ന സത്യത്തിൽ ഭൗതികമായ ഹൃദയമല്ല, നേരെ മറിച്ച് അതിന് നമ്മൾ ഇംഗ്ലീഷിൽ ദ സ്പിരിച്വൽ ഹാർട്ട് എന്ന് പറയും. സ്പിരിച്വൽ ഹാർട്ട്, ഇത് രണ്ടും രണ്ടാണ്. ഒന്ന് ഫിസിക്കൽ ഹാർട്ട്, രണ്ടാമത്തേത് സ്പിരിച്വൽ ഹാർട്ട്, ആത്മീയ ഹൃദയം. അതെ, മറ്റേത് ഭൗതികമായ വെറും പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഹൃദയം. അപ്പൊ നമ്മുടെ സ്നേഹത്തിന്റെ, കാരുണ്യത്തിന്റെ, ദയയുടെ ഒക്കെ കേന്ദ്രം എന്ന് പറഞ്ഞാൽ ഹൃദയം എന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായി നമ്മൾ കാണുന്ന ഈ ഹൃദയമല്ല, അതിനകത്തുള്ള ആത്മീയ ബോധമാണ്, മാനുഷികമായ ബോധമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് നമുക്കൊക്കെ പരിചയമുള്ള വിശുദ്ധ ഖുർആന്റെ ഒരു ഭാഗമുണ്ട്. അത് വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ എന്ന. വമാ അർസൽനാക, പ്രവാചകരെ താങ്കളെ നാം നിയോഗിച്ചിട്ടില്ല, ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ, ലോകർക്കു മുഴുവനും അനുഗ്രഹമായിക്കൊണ്ടല്ലാതെ, റഹ്മത്തായിക്കൊണ്ടല്ലാതെ പ്രവാചകരെ താങ്കളെ നാം ഈ ഭൂമിയിലേക്ക് നിയോഗിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് തന്നെ, അവന്റെ റഹ്മത്തിനെ കുറിച്ച് തന്നെ പറഞ്ഞ കൂട്ടത്തിൽ ഇങ്ങനെ പറഞ്ഞു, വറഹ്മതി വസിഅത് കുല്ല ഷൈഇൻ, എല്ലാത്തിനെയും വ്യാപിച്ചു നിൽക്കുന്ന, എല്ലാത്തിനെയും മൂടി നിൽക്കുന്ന കാരുണ്യമാണ് എന്റെ കാരുണ്യം. പടച്ചതമ്പുരാന്റെ കാരുണ്യ സ്പർശമില്ലാത്ത ഒന്നുമില്ല. പൂക്കൾ വിരിയുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. മഴ പെയ്യുന്നതും സൂര്യൻ അസ്തമിക്കുന്നതും ഉദിക്കുന്നതും ചന്ദ്രൻ നിലാവ് പൊഴിക്കുന്നതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഭൂമിയിൽ നിന്ന് തലപുറത്തേക്കിട്ട് ഓരോ ചെടിയും മുളച്ചു വരുന്നത് അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഓരോ ചെടിയിലും വ്യത്യസ്തമായ കായ്ക്കനികൾ വിരിയുന്നതും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നതും അള്ളാഹുവിന്റെ കാരുണ്യമാണ്. ഇത്രയും കാരുണ്യമായ അള്ളാഹുവിന്റെ അടിമകൾ അവരാണ് നമ്മൾ. വിശുദ്ധ ഖുർആൻ പറഞ്ഞ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞൊരു കാര്യം, നിങ്ങൾ ഫിൽ അർള്, നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, ഇർഹമുക്കും മൻ ഫിസ് സമാ, എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന്. നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കുക, എങ്കിൽ ആകാശത്തിലുള്ള പടച്ചതമ്പുരാൻ നിങ്ങളോടും കരുണ കാണിക്കും. ഇത് നോക്കൂ നിങ്ങൾ, ഞാൻ ആദ്യമായി ഓതിവെച്ച സൂറത്ത് ഹശ്റിലെ 9-ാമത്തെ ആയത്തിലേക്ക് നമുക്ക് മടങ്ങിപ്പോവാം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പള്ളിയിൽ ഒരിക്കൽ വളരെ ദരിദ്രനായ ഒരു മനുഷ്യൻ തന്റെ ദാരിദ്ര്യത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പരാതിപ്പെട്ടുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സന്നിധിയിൽ വന്ന ഒരു പശ്ചാത്തലമാണ് ഈ ആയത്തിനുള്ളത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുന്നു, ഭാര്യമാരോടാണ് ആദ്യം ചോദിച്ചത്, നിങ്ങളുടെ വീട്ടിൽ ഇയാൾക്ക് കൊടുക്കുവാൻ വല്ല ഭക്ഷണവുമുണ്ടോ, ഇയാളെ ഊട്ടാൻ, ഇയാളുടെ വിശപ്പകറ്റുവാൻ? പക്ഷെ ആ ഭാര്യമാരുടെ വീടുകളിൽ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല.
അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്, ഈ രാത്രി ഇയാളെ സൽക്കരിക്കുവാൻ ആരാണുള്ളത്? അങ്ങനെയാണ് അൻസാരിയായ അബൂ തുൽഹ റളിയല്ലാഹു അൻഹു മുമ്പോട്ട് വന്നുകൊണ്ട് ആ ദരിദ്രനായ മനുഷ്യന്റെ കരം പിടിച്ച് തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോവാണ്. ഇത് വളരെ പ്രസിദ്ധമായ ഒരു ചരിത്ര സംഭവമാണ്. അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുവാനുള്ള ഭക്ഷണം മാത്രമാണ് ആ വീട്ടിലുണ്ടായിരുന്നത്. പക്ഷേ തന്റെ അതിഥിയെ സൽക്കരിക്കുന്ന വിഷയത്തിൽ ഏറ്റവും നല്ല ഒരു ആതിഥേയനായി അബൂ തൽഹ റളിയല്ലാഹു അൻഹു മാറി. അദ്ദേഹത്തിന്റെ ഭാര്യ അദ്ദേഹത്തോട് തോളു ചേർന്നു നിന്നു. എന്നിട്ട് അവരെന്താ ചെയ്തത്? കുഞ്ഞുങ്ങളെ വളരെ നേരത്തെ ഉറക്കി. എന്നിട്ട് ഭക്ഷണത്തിനിരിക്കുമ്പോൾ വിളക്കണച്ചു. അതിഥിയുടെ കൂടെ ആഹരിക്കുന്നത് പോലെ ആംഗ്യം കാണിച്ചു. ഉണ്ടായിരുന്ന ഭക്ഷണം മുഴുവൻ ആ സാധുവായ മനുഷ്യന് നൽകി. ഈ പ്രധാനപ്പെട്ട സംഭവം പല ഹദീസ് പണ്ഡിതന്മാരും ഉദ്ധരിച്ചിട്ടുണ്ട്. ഈ ആയത്തിന്റെ പശ്ചാത്തലം അതാണെന്ന് വിശദീകരിക്കപ്പെടുന്നു. നോക്കൂ നിങ്ങൾ, വല്ലദീന തബവ്വഉ الدار والإيمان من قبلهم يحبون من هاجر إليهم. മുഹാജിറുകളുടെ വരവിന് മുമ്പായി വാസസ്ഥലവും വിശ്വാസവും സ്വീകരിച്ചു വെച്ചവർക്കും എന്ന് പറഞ്ഞാൽ അൻസാറുകൾക്ക്, അവരുടെ അടുത്തേക്ക് സ്വദേശം വെടിഞ്ഞുകൊണ്ടുവന്ന അൻസാറുകളെ മുഹാജിറുകളെ അവർ സ്നേഹിക്കുന്നു. വലാ യജിദൂന ഫീ സുദൂരിഹിം ഹാജ്ജതൻ മിമ്മാ ഊതൂ. അവർക്ക് അഥവാ മുഹാജിറുകൾക്ക് നൽകപ്പെട്ട ധനം സംബന്ധിച്ച് ഈ അൻസാറുകളുടെ മനസ്സിൽ ഒരാവശ്യവുമില്ല. അവർ അതിന് പ്രത്യേകമായ ആവശ്യം കണ്ടെത്തുകയില്ല. അവരുടെ കയ്യിലുള്ളത് കൊടുക്കുവാൻ അവർ തൽപരരും സന്നദ്ധരുമാണ്. وَيُؤْثِرُونَ عَلَى أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ. ഇതാണ് അതിന്റെ മർമ്മം. وَيُؤْثِرُونَ عَلَى أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ. തങ്ങൾക്ക് അത്യാവശ്യമുണ്ടായാൽ പോലും അല്ലെങ്കിൽ ദാരിദ്ര്യമുണ്ടായാൽ പോലും സ്വന്തം ദേഹങ്ങളെക്കാൾ മറ്റുള്ളവർക്ക് പ്രാധാന്യം നൽകുന്ന ആ ഒരു മനസ്സാണ്. وَيُؤْثِرُونَ عَلَى أَنفُسِهِمْ وَلَوْ كَانَ بِهِمْ خَصَاصَةٌ. ഇവിടെയാണ് നമ്മൾ ഈ പറയുന്ന കാരുണ്യവും ദയയും കടന്നു വരേണ്ടത്. നമ്മൾ ആവശ്യങ്ങൾ കഴിച്ചിട്ട് ഒരാളെ സഹായിക്കലുണ്ടാവില്ല. നമ്മുടെ പ്ലാനും പദ്ധതിയും പരിപാടികളുമൊക്കെ കഴിഞ്ഞിട്ട് നമുക്കൊരാളെ സ്നേഹിക്കുവാനും ഒരാളോട് കരുണ കാണിക്കുവാനും ദയ കാണിക്കുവാനും കഴിയില്ല. കാരണം ഒരിക്കലും തീരാത്ത അജണ്ടകളുമായിട്ടാണ് എല്ലാ മനുഷ്യന്മാരും മരിച്ചു പോകുന്നത്. ആവശ്യങ്ങൾ മുഴുവൻ കഴിഞ്ഞ് മരിച്ച ആളുകൾ ആരാളുള്ളത്? അപ്പൊ അതുകൊണ്ട് ആവശ്യമുണ്ടായിരിക്കെ തന്നെ, അതാണ് ഖുർആൻ ഊന്നി പറഞ്ഞത്. അവിടെയാണ് ഈ റഹ്മത്ത്, റഹം എന്ന പദം അറബിയിൽ സത്യത്തിൽ ഈ ഗർഭപാത്രം, നമ്മൾ ഇംഗ്ലീഷിൽ വോംബ്, WOMB എന്ന് പറയുന്ന വോംബ് എന്ന പദത്തിന് റഹം എന്താ പറയുക? വോംബ്, ഗർഭാശയം. അതാണ് പദത്തിന്റെ അസ്ൽ എന്ന് പറഞ്ഞാൽ. എന്നിട്ട് ഈ ആയത്തിന്റെ അവസാനം വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഒരു കാര്യം കൂടി നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. തന്റെ മനസ്സിനെ പിശുക്കത്തരത്തിൽ നിന്ന് കാത്തുരക്ഷിക്കപ്പെട്ടുവോ, ആര് കാത്തുരക്ഷിക്കപ്പെട്ടുവോ അവൻ തന്നെയാണ്, അല്ലെങ്കിൽ അത്തരക്കാർ തന്നെയാണ് വിജയം പ്രാപിച്ച ആളുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അവിടെ അമാനി മൗലവി ഉൾപ്പെടെയുള്ള നമ്മുടെ തഫ്സീറുകൾ എടുത്ത് പരിശോധിച്ച് നോക്കി നമുക്ക് കാണാൻ കഴിയും. ഷുഹ് എന്ന പദം, ഷുഹ്, പിശുക്ക്, അതാണ് പിശുക്ക് എന്ന് പറഞ്ഞാൽ ഈ സ്നേഹം, ഔദാര്യം, ത്യാഗം, നിസ്വാർത്ഥത മുതലായ ഗുണങ്ങളിൽ മനുഷ്യന്റെ ഗുണങ്ങൾക്ക് നേരെ വിരുദ്ധമായി ഇങ്ങനെ തന്റെ മനസ്സിനെ പിശുക്കിൽ നിന്നും ആരാണോ കാത്തുരക്ഷിച്ചത് അവരാകുന്നു ഫഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ.
അപ്പൊ കൈവശമുള്ളത് ചിലവഴിക്കാതെ പിശുക്ക് കാണിക്കുകയും മറ്റുള്ള ആളുകളുടെ കയ്യിലുള്ളത് കൂടി തനിക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്നതാണ് ഷഹ് എന്നതിന്റെ വിശാലമായ അർത്ഥമായി പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരാൾക്ക് മറ്റുള്ളവരോട് സ്നേഹമോ ദയയോ കാരുണ്യമോ കാണിക്കുവാൻ കഴിയുകയില്ല. മാത്രവുമല്ല, ഒരു വിശ്വാസിയുടെ മനസ്സിൽ തുർമുദി ഉദ്ധരിച്ച ഒരു ഹദീസിന്റെ സാരമാണ് സത്യവിശ്വാസവും ഷഹും അള്ളാഹുവിന്റെ ഒരു അടിമയുടെ മനസ്സിൽ ഒരിക്കലും സമ്മേളിക്കുകയില്ല എന്നാണ്. അപ്പൊ സത്യവിശ്വാസിയുടെ മനസ്സിൽ ഒരിക്കലും കുടിയിരിക്കുവാൻ പാടില്ലാത്ത ഒരു ദുർഗുണമാണ് ഷഹ് എന്ന് പറയുന്നത്. ആ ഷഹിൽ നിന്ന്, പിശുക്കത്തരത്തിൽ നിന്ന്, ലുബ്ധതയിൽ നിന്ന്, ലുബ്ധിൽ നിന്ന് മുക്തമായ ആളുകൾക്ക് മാത്രമേ റഹ്മത്ത് കാണിക്കുവാൻ കഴിയുകയുള്ളൂ. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവജാലങ്ങളോടും സസ്യലതാദികളോടും മനുഷ്യരോടും മണ്ണിനോടുപോലും കാരുണ്യം കാണിച്ചു. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് പക്ഷിക്കുഞ്ഞുങ്ങളുമായി വന്ന അനുചരനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ചയച്ചു. അയാൾ സമ്മാനമായി കൊണ്ടുവന്നതാണ്. പക്ഷെ നബി പറഞ്ഞു, തള്ളപ്പക്ഷി മുകളിൽ വട്ടമിട്ട് പറക്കുന്നു, ആ കുഞ്ഞുങ്ങളെ അതിന്റെ അടുത്ത് കൊണ്ടുചെന്നാക്കുക. ഇവിടെ കാരുണ്യമാരുടെ പച്ചക്കരളുള്ള ഓരോ വസ്തുവിലും ഓരോ ജീവിയിലും നിങ്ങൾക്ക് പുണ്യമുണ്ട്. അത് ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ ഭാഗമായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. തണുപ്പകറ്റാൻ വേണ്ടി തീയിട്ടപ്പോൾ ആ തീ കത്തി ഉറുമ്പും കൂട്ടത്തിന്റെ അടുത്തെത്തിയപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പമൊക്കെ മുഖം ചുവന്നുകൊണ്ടാണ് പറഞ്ഞ തീ കെടുത്താൻ. ആരാണ് ഇവിടെ തീയിട്ടത്? ഉറുമ്പുകൾ കത്തും, അവരുടെ ജീവൻ നഷ്ടപ്പെടും. നോക്കൂ നിങ്ങൾ, ജീവജാലങ്ങളോട് കാരുണ്യം. അപ്പൊ പടച്ചവൻ ഈ ഭൂമിയിലുള്ള മുഴുവൻ ജന്തു ജീവജാലങ്ങളോടും ചരാചരങ്ങളോടും മുഴുവൻ സൃഷ്ടികളോടും കാരുണ്യം കാണിക്കുന്നു. അപ്പൊ നമ്മളും അങ്ങനെയുള്ളവരായിരിക്കണം എന്നാണ് ഇസ്ലാം താല്പര്യപ്പെടുന്നത്. പക്ഷേ ഇസ്ലാമിനെ പലപ്പോഴും ഇങ്ങനെ തീരെ കാരുണ്യമില്ലാത്ത ക്രൂരന്മാരായ തനിക്കാടന്മാരായ ഒരു മതത്തിന്റെ ആളുകളായി പലപ്പോഴും നമ്മുടെ മീഡിയകളൊക്കെ അവതരിപ്പിക്കാറുണ്ട്. ഇസ്ലാം കാരുണ്യത്തിന്റെ ഏറ്റവും വലിയ സന്ദേശമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മുടെ ജീവിതത്തിലൂടെയാണ് നമ്മൾ കാണിച്ചു കൊടുക്കേണ്ടത്. അത് കുറെ പ്രസംഗിച്ചിട്ട് കാര്യമില്ല. നമ്മളുമായി ബന്ധപ്പെടുന്ന ഒരാൾക്ക് മനസ്സിലാകണം, കരുണാവാരിധിയായ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ, കരുണാമയനായ പടച്ചതമ്പുരാനിൽ വിശ്വസിക്കുന്ന ഈ മനുഷ്യൻ ആ സൃഷ്ടാവിന്റെ ഗുണങ്ങൾ ഉള്ള എന്ന് പറഞ്ഞാൽ ആ സൃഷ്ടാവിനെ പോലെ തന്നെ ദയാവാരിധിയായ കാരുണ്യമുള്ള ദയയുള്ള മനുഷ്യനാകുന്നു. എങ്കിൽ മാത്രമേ ആളുകളെ സ്വാധീനിക്കാനും കഴിയുള്ളൂ. ഇപ്പൊ പ്രബോധന പ്രവർത്തന രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾ, ഇപ്പോ ഈ കടലിൽ ഐസ്ബർഗ് ഉണ്ടാവും. ഐസ്ബർഗ് എന്ന് പറഞ്ഞാൽ മഞ്ഞുകട്ട അല്ലെങ്കിൽ മഞ്ഞുമല. മഞ്ഞുകട്ടയല്ല, അതിനാണ് ഐസ്ബർഗ് എന്ന് പറയാം. ഐസ്ബർഗ്. ഈ ഐസ്ബർഗിന് പ്രത്യേകത ഉണ്ട്. അതിന്റെ 10% മാത്രമേ നമുക്ക് ജലോപരിതലത്തിൽ കാണുവാൻ കഴിയുകയുള്ളൂ. ബാക്കി അതിന്റെ 90% സമുദ്രത്തിന്റെ അടിഭാഗത്തായിരിക്കും. Only 10% of an iceberg is visible on the surface. 90% is under the water line. വാട്ടർ ലൈനിന് താഴെയാണ് 90%. അപ്പോ പിന്നെ തെക്ക് നിന്ന് വടക്കോട്ടൊരു കാറ്റടിക്കുകയാണെങ്കിൽ ചിലപ്പം ഐസ്ബർഗ് പോകുന്നത് തെക്കോട്ടായിരിക്കും. മനസ്സിലായിരുന്നോ? തെക്ക് നിന്ന് വടക്കോട്ടൊരു കാറ്റടിച്ചാൽ ഈ നമ്മളിങ്ങനെ മുകളിൽ കാണുമ്പോൾ നമുക്ക് തോന്നും അത് മുകളിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്ന ഒരു ഐസിന്റെ ചെറിയ കട്ടയാണെന്ന് തോന്നും. അത് തെക്ക് നിന്ന് വടക്കോട്ട് ശക്തമായ കാറ്റടിച്ചാൽ എങ്ങോട്ടാ പോകേണ്ടത്? വടക്കോട്ട് പോകണം. പക്ഷേ ആ ഐസ്ബർഗ് ചിലപ്പോൾ പോകുന്നത് തെക്കോട്ടെന്നായിരിക്കും. അതിന് കാരണം പറയുന്നത്
സമുദ്രത്തിന്റെ താഴ്ഭാഗത്തുകൂടെയുള്ള ഒഴുക്കാണ് അതിനെ ഒഴുക്കി കൊണ്ടുപോകുന്നത്. നമ്മൾ കാണുന്നില്ല. ഇതേപോലെയാണ് മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ. പുറമെ കാണുന്ന 10%. ഇപ്പോ ടൈറ്റാനിക് എന്ന് പറയുന്ന കപ്പൽ ഒരു മഞ്ഞുമലയിൽ ഇടിച്ചുകൊണ്ടാണ് തകർന്നത്. അപ്പൊ അതിന് 90% താഴെ ഉണ്ടായിരുന്നു. അതിഭീമാകാരമായ മഞ്ഞുമലയായിരുന്നു. അതിന്റെ കന്നി യാത്രയിൽ തന്നെ തകർന്നുപോയ ചരിത്രം നമുക്കറിയാം. ഇവിടെ ഐസ്ബർഗിനെ മനുഷ്യനോട് ഉപമിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അവന്റെ സ്വഭാവത്തിന്റെയും പെരുമാറ്റത്തിന്റെയും 10% മാത്രമേ പുറത്തു കാണുകയുള്ളൂ. ആ പുറത്തു കാണുന്നതല്ല ശരിക്കും അയാളെന്ന് പറഞ്ഞാൽ. അയാളെ സ്വാധീനിക്കണമെങ്കിൽ ബാക്കിയുള്ള 90% കടന്നു ചെല്ലുവാൻ നമുക്ക് സാധിക്കണം. അതെങ്ങനെ സാധിക്കുക? അത് സാധിക്കുന്നത് സ്നേഹം കൊണ്ട് മാത്രമാണ്. സ്നേഹം കൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് മതപരമായ സന്ദേശങ്ങളൊക്കെ പറയുമ്പോൾ, മതത്തെക്കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുമ്പോൾ, മതം എന്ന് പറയുന്നത് കാരുണ്യമാണ്, സ്നേഹമാണ്. മതം എന്ന് പറയുന്നത് കാരുണ്യമാണ്. അപ്പോ മനുഷ്യരുടെ ഈ പുറമെ കാണുന്ന 10%-ലേക്കല്ല, നമ്മൾ കാണാത്ത അവരുടെ 90% ഉള്ളിലുണ്ട്. അങ്ങോട്ടാണ് നമുക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ളത്. അങ്ങോട്ടാണ് നമുക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തുവാനുള്ളത്. അവിടെയാണ് നമുക്ക് പ്രവാചകനെ പരിചയപ്പെടുത്തുവാനുള്ളത്. അവിടെയാണ് നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കുവാനുള്ളത്. അപ്പം എന്ത് വേണം? അവിടേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ഏക മാർഗം ആദ്യമായി നമ്മൾ സൂചിപ്പിച്ച കാരുണ്യം, അതേപോലെ തന്നെ ദയ, സ്നേഹം അല്ലെങ്കിൽ പ്രേമം എന്നൊക്കെ പറയാം, മേഴ്സി, കൈൻഡ്നസ്, ലവ്. ശരിക്കും ഉച്ചാരണം ലവ് എന്നാണ്. ലവ്. No act of kindness, no act of kindness, no matter how small, is never wasted എന്ന് പറയാറുണ്ട്. No act of kindness, ദയയുടെ എത്ര ചെറിയ അംശമായിരുന്നാലും, no matter how small, no matter how small, എത്ര ചെറുതാകട്ടെ, is ever wasted, ഒരിക്കലും തന്നെ അത് പാഴായി പോവുകയില്ല എന്ന്. ഒരിക്കലും തന്നെ അത് പാഴായി പോവുകയില്ല. അതുതന്നെയാണ് യു ഗെറ്റ് വാട്ട് യു ഗിവ്. ലവ് എന്ന് പറഞ്ഞതുപോലെ ശരിക്കും ഗീവ് എന്നതിന്റെ പ്രൊനൗൺസിയേഷൻ ശരിക്കും ഗിഫ് എന്നാണ്. ഗിഫ്. യു ഗെറ്റ് വാട്ട് യു ഗിവ്. നിങ്ങൾ കൊടുക്കുന്നത് എന്താണോ അത് തന്നെയാണ് നിങ്ങൾക്ക് കിട്ടുക. ആദ്യം പറഞ്ഞത് നോ ആക്ട് ഓഫ് കൈൻഡ്നസ്, നോ മാറ്റർ ഹൗ സ്മോൾ, ഇസ് എവർ വേസ്റ്റഡ്. ഒരിക്കലും അത് നെവർ വേസ്റ്റഡ് ആണ്. അവിടെ നോ എവർ വന്നുകൊണ്ട് നെവർ എന്ന മീനിങ് കിട്ടും. ഒരിക്കലും തന്നെ അത് വേസ്റ്റ് ആയി പോകുന്നില്ല. നിങ്ങൾ ആരോടെങ്കിലും കാരുണ്യം കാണിക്കുന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ ഏതെങ്കിലും ഒരു ദശാസന്ധിയിൽ വെച്ചുകൊണ്ട് നിങ്ങൾ പകർന്നു നൽകിയ ആ കാരുണ്യം നിങ്ങൾക്ക് തിരിച്ചു നൽകപ്പെടും എന്നത് പ്രകൃതി തത്വമാണ്. യാതൊരു സംശയം വേണ്ട. നമ്മുടെ ജീവിതത്തിലൊക്കെ അനുഭവം ഉണ്ടാവും. നമ്മൾ ആരോടെങ്കിലുമൊക്കെ ഏതെങ്കിലുമൊക്കെ സമയത്ത് കാണിച്ച ഒരിറ്റു കാരുണ്യം അതിന്റെ 100 ഇരട്ടിയായി നമുക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ തിരിച്ചു കിട്ടും. ഇനി ഈ ലോകത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും പടച്ചുതമ്പുരാൻ പരലോകത്തുനിന്ന് നമുക്ക് തരുമെന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു ശങ്കയുടെയും ആവശ്യവുമില്ല. സ്നേഹത്തെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചുമൊക്കെ ഇസ്ലാമിന് ഒരുപാട് അധ്യാപനങ്ങൾ പറയാനുണ്ട്, ഒരുപാട് ചരിത്രങ്ങൾ നമുക്കറിയാം. ഞാൻ ജനറലായ കുറച്ച് കോട്ടിങ്സ് കൂടെ പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. അതിൽ ഒന്ന് വിൻസൻ ചർച്ചിൽ പറഞ്ഞ വളരെ പ്രസിദ്ധമായ ഒരു കൊട്ടേഷൻ ഉണ്ട്.
all the great things are simple and many can be expressed in single words. Many can be expressed in single word. Freedom, justice, honor, duty, mercy, hope. ഈ പറഞ്ഞ വാക്കുകളൊക്കെ വളരെ ഗാംഭീര്യമുള്ള വാക്കുകളാണ്. ഏതൊക്കെയാണ്? സ്വാതന്ത്ര്യം, അതേപോലെ തന്നെ നീതി, അതേപോലെ തന്നെ ആദരവ്, കാരുണ്യം, പ്രതീക്ഷ, ഇങ്ങനെയുള്ള ഈ വാക്കുകളൊക്കെ വളരെ മഹത്തായ പദങ്ങളാണ്. പക്ഷേ ഈ പദങ്ങളൊക്കെ ക്യാൻ ബി എക്സ്പ്രസ്ഡ് ഇൻ എ സിംഗിൾ വേർഡ്. ഒരൊറ്റ വാക്കുകൊണ്ട് അത് നമുക്ക് പ്രകടിപ്പിക്കുവാൻ കഴിയുന്നതാണ്. ഒരൊറ്റ വാക്കുകൊണ്ട് പ്രകടിപ്പിക്കാൻ കഴിയുന്ന അതിമഹത്തായ അർത്ഥസമ്പുഷ്ടമായ പദങ്ങളാകുന്നു ഈ പറഞ്ഞതെല്ലാം. ഇത് വിൻസൻ ചർച്ചിലിന്റെ ഒരു അദ്ദേഹത്തിന്റെ ഒരു കോട്ടാണ്. ഇതിൽ പറയുന്ന ഒരു പൊതു തത്വമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു ഷോ മേഴ്സി. ഐ മീൻ, ബിക്കോസ് ആസ് മച്ച് മേഴ്സി ആസ് യു ഷോ പീപ്പിൾ, ദാറ്റ്സ് ദ മേഴ്സി യു ആർ ഗോയിങ് ടു ബി റിസീവിംഗ്. ഇതാണ് നേരത്തെ ഞാൻ പറഞ്ഞത്. നിങ്ങൾ എത്രമാത്രം കാരുണ്യമാണോ അവരിനോട് കാണിക്കുന്നത്, അത്രയും കാരുണ്യം അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാരുണ്യം നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കുവാൻ പോകുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രസിദ്ധമായ കോട്ടുണ്ട്. അത് കവാർഡ്സ് ആർ ക്രൂവൽ. ഭീരുക്കൾ ക്രൂരന്മാരാണെന്ന്. ക്രൂരത കാണിക്കുന്നത് ഭീരുക്കളാണ് ക്രൂരത കാണിക്കുന്നത്. ബട്ട് ബ്രേവ് ഷോസ് ലവ് ആൻഡ് മേഴ്സി. സ്നേഹവും കാരുണ്യവുമൊക്കെ കാണിക്കുന്നത് ധൈര്യവാന്മാരാണ്. അത് കാണിക്കണമെങ്കിൽ അപ്പൊ നേരത്തെ പറഞ്ഞില്ലേ, അവിടെ എന്ത് ധൈര്യമാണ് വേണ്ടത്? മനസ്സിന്റെ നിഷ്കളങ്കതയിൽ പടുത്തുയർത്തിയ ധൈര്യം, മനസ്സിന്റെ അചഞ്ചലമായ കാരുണ്യബോധത്തിൽ പടുത്തുയർത്തിയ ധൈര്യം. അതാണ് ഉദ്ദേശിക്കുന്നത്. കവാർഡ്സ് ആർ ക്രൂവൽ. നമ്മൾ സാധാരണ പറയാറുണ്ട്, ക്രൂരത കാണിക്കൽ എന്ന് പറഞ്ഞാൽ ഏകാധിപതികളും അതേപോലെ തന്നെ അവരുടെ കിങ്കരന്മാരും സ്വേച്ഛാധിപതികളുമൊക്കെയാണ് എന്ന് പറയാറുണ്ട്. ഏതെങ്കിലുമൊക്കെ ഏകാധിപതിയും സ്വേച്ഛാധിപതിയും അവരുടെ കിങ്കരന്മാരും ക്രൂരത കാണിക്കുന്നുണ്ടെങ്കിൽ ഈ വാക്യമനുസരിച്ച് അവർ ഭീരുക്കളാണ്. കവാർഡ്സ് ആർ ക്രൂവൽ. അപ്പൊ ദയ കാണിക്കുക എന്നത് മനുഷ്യമനസ്സിന്റെ ഏറ്റവും ഉയർന്ന വിധാനമാണ്. വമാ യുലഖാഹ ഇല്ലല്ലദീന സബറു വമാ യുലഖാഹ ഇല്ലാ ദൂ ഹള്ളിൻ അലീം. അതെ, നൗഷാദ് കുനിയിൽ അടിച്ചത് വളരെ പ്രസിദ്ധമായ ഒരു വിവരമാണ്. സാഹിത്യത്തിനുള്ള നോബൽ പ്രൈസ് ലഭിച്ച രാഷ്ട്രീയക്കാരനാണ് ചർച്ചിൽ. വിൻസൻ ചർച്ചിൽ എന്ന് പറഞ്ഞാൽ വെറും ഒരു രാഷ്ട്രനായകൻ മാത്രമായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഓരോ കോട്ടിങ്സും വളരെ അർത്ഥസമ്പുഷ്ടമായതാണ്. അതേപോലെ മറ്റൊരാളാണ് നമുക്ക് ഒക്കെ പരിചയമുണ്ടാകും, അമേരിക്കയുടെ പ്രസിഡന്റായിരുന്ന അബ്രഹാം ലിങ്കൺ. അദ്ദേഹത്തിന്റെ ഒരു കോട്ടിങ്സ് നോക്കുന്നു. ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് ദാറ്റ് mercy bears richer fruits than strict justice. കടുത്ത നിയമങ്ങളെക്കാൾ ഏറ്റവും നല്ല ഫലം ഉൽപ്പാദിപ്പിക്കുവാൻ കഴിയുക ദയാപൂർണമായ പ്രവർത്തനം കൊണ്ടാണ്. കടുത്ത നിയമങ്ങളെക്കാൾ നമ്മൾ കാരുണ്യത്തോടുകൂടിയുള്ള പ്രവർത്തനം, നമ്മുടെ പ്രവർത്തനം വലിയ സൽഫലങ്ങൾ ഉണ്ടാക്കും. റിച്ചർ ഫ്രൂട്ട്സ് സൽഫലങ്ങൾ. ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞത്. അതെനിക്ക് അനുഭവഭേദ്യമായിട്ടുണ്ട്. ഞാൻ വെറുതെ വടായി വരെയല്ല. അബ്രഹാം ലിങ്കൺ അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ താളുകളിൽ നിന്ന്, അനുഭവത്തിൽ നിന്ന് കുറിച്ചു വെച്ചതാണത്. ഒരു ഭരണാധികാരി എന്ന നിലയിലും ചെറുപ്പകാലത്ത് ജീവിതത്തെ പച്ചയായി സമീപിച്ച ഒരു സാധാരണക്കാരൻ എന്ന നിലയിലും ജനാധിപത്യത്തിന്റെ
ഇന്നും ലോകം സ്മരിക്കുന്ന ഡെമോക്രസി ഇസ് ദ ഗവൺമെന്റ് ഓഫ് ദ പീപ്പിൾ, ബൈ ദി പീപ്പിൾ, ഫോർ ദി പീപ്പിൾ എന്ന് പറയുന്ന ലോകോത്തരമായ നിർവചനം കൊടുത്ത ആളാണ്. ലോകോത്തരമായ നിർവചനം കൊടുത്ത ആളാണ് ഫ്രാൻക്ലിൻ. അദ്ദേഹം പറഞ്ഞതാണ്, ഐ ഹാവ് ഓൾവേസ് ഫൗണ്ട് ദാറ്റ് mercy bears richer fruits than strict justice. അപ്പോൾ നിയമചട്ടങ്ങൾ കൊണ്ടല്ല ഒരു സമൂഹത്തെ മാറ്റാൻ കഴിയുന്നത്, സ്നേഹമസൃണമായ പ്രവർത്തനം കൊണ്ട്. അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ 23 വർഷക്കാലം കൊണ്ട് ചരിത്രത്തെ പോലും അത്ഭുതപ്പെടുത്തിയ, ചരിത്രകാരന്മാരെ പോലും അത്ഭുതപ്പെടുത്തിയ, ഇന്നും ലോകത്ത് അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന പരിവർത്തനം സാധ്യമാക്കിയത് അങ്ങനെയാണ്. പരിവർത്തനം സാധ്യമാക്കിയത് അങ്ങനെയാണ്. മാർക്ക് ട്വെയിൻ പറഞ്ഞ ഇതിനേക്കാൾ രസകരമായ ഒരു കൊട്ടേഷൻ ഉണ്ട്. അത് വളരെ മനോഹരമാണ്. അദ്ദേഹം പറഞ്ഞു, കൈൻഡ്നെസ് ഈസ് എ ലാംഗ്വേജ് which the deaf can hear and the blind can see. എത്ര മനോഹരമാണത്! അന്ധന് കാണുവാനും ബധിരന് കേൾക്കുവാനും കഴിയുന്ന ഭാഷയാകുന്നു ദയാണ്. അതിനേക്കാൾ മനോഹരമായ നിർവചനമുണ്ടെങ്കിൽ നിങ്ങൾക്ക് നൽകാം. അന്ധന് കേൾക്കുവാനും ബധിരന് കാണുവാനും കഴിയുന്ന ഭാഷയാകുന്നു ദയ. കൈൻഡ്നെസ് is a language which the deaf can hear, the blind can see. ഇതൊക്കെ സത്യത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, അതാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ അതേ സാരമാണത്. അത് ഞാൻ ആധുനികരായ സാഹിത്യകാരന്മാരെ കൂടെ വെച്ചുകൊണ്ട് പറയുന്നേ ഉള്ളൂ. നമ്മുടെ ഈ ക്ലാസ്സിൽ ഇംഗ്ലീഷ് ഭാഷക്ക് കൂടെ അല്പം സ്ട്രെസ് കൊടുക്കുമെന്ന് നേരത്തെ നമ്മൾ പറഞ്ഞതുകൊണ്ടാണ് ഈ രൂപത്തിൽ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചത് തന്നെയാണ്, റഹമു മൻ ഫിൽ അർദ് യർഹമുക്കും മൻ ഫിസ് സമാ. നിങ്ങൾ ഭൂമിയിലുള്ള മനുഷ്യരോട് മുഴുവൻ കരുണ കാണിക്കൂ. മനുഷ്യരോടെന്നല്ല, ഭൂമിയിലുള്ളവരോടുമാണ്. എങ്കിൽ ആകാശത്തിലുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അവസാനമായി ആ ഗണത്തിൽ ഒരുപാടെണ്ണുണ്ട്, ഒരൊറ്റെണ്ണം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അത് ദലൈലാമ പറഞ്ഞ കൊട്ടേഷനാണ്. ദലൈലാമ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ മതവിശ്വാസികൾക്കും ബാധകമാണത്. ദിസ് ഇസ് മൈ സിമ്പിൾ റിലീജിയൻ. സിമ്പിൾ എന്ന വാക്ക് ഉച്ചരിക്കുമ്പോൾ ആ പി ശരിക്കും കേൾക്കണം. അതിന്റെ ജീവിതം അങ്ങനെ നമ്മളെ അടുത്ത് വരാൻ പോകുന്ന നമ്മളത്തെ ജീവിത ക്ലാസ്സാണല്ലോ. സിമ്പിൾ എന്നാണ്, സിമ്പിൾ സിമ്പിൾ. ദിസ് മൈ സിമ്പിൾ റിലീജിയൻ, നോ നീഡ് ഫോർ ടെമ്പിൾസ്. ഇതാകുന്നു എന്റെ ലളിതമായ മതം. ഈ മതം പ്രയോഗവൽക്കരിക്കുവാൻ ക്ഷേത്രങ്ങളുടെ ആവശ്യമില്ല. അവിടെ ടെമ്പിൾസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആരാധനാലയം എന്ന വ്യാപകമായ അർത്ഥത്തിലാണ്. ദിസ് മൈ സിമ്പിൾ റിലീജിയൻ, നോ നീഡ് ഓഫ് ടെമ്പിൾസ്, നോ നീഡ് ഫോർ കോംപ്ലിക്കേറ്റഡ് ഫിലോസഫി. ഫിലോസഫി എന്നും ഉച്ചരിക്കാറുണ്ട്, ഫിലോസോഫി എന്നും ഉച്ചരിക്കാറുണ്ട്. യുവർ ഓൺ മൈൻഡ്, യുവർ ഓൺ ഹാർട്ട് ഈസ് ദ ടെമ്പിൾ, യുവർ ഫിലോസഫി ഈസ് സിമ്പിൾ കൈൻഡ്നെസ്. നോക്കൂ നിങ്ങൾ, ഇതാകുന്നു എന്റെ മതം, നോ നീഡ് ഫോർ ടെമ്പിൾസ്. അത് ആരാധനാലയങ്ങളിൽ ഒതുങ്ങുന്ന മതമല്ല. നോ നീഡ് ഫോർ കോംപ്ലിക്കേറ്റഡ് ഫിലോസഫി, അതിസങ്കീർണമായ തത്വശാസ്ത്രത്തിന്റെ പിൻബലം അതിനാവശ്യമില്ല. പിന്നെ എന്താണ് വേണ്ടത്? യുവർ ഓൺ മൈൻഡ്, നിങ്ങളുടെ സ്വന്തം മനസ്സാക്ഷി, മനസ്സ്. യുവർ ഓൺ ഹാർട്ട്, നിങ്ങളുടെ സ്വന്തം ഹൃദയം. ദാറ്റ് ഈസ് ദ ടെമ്പിൾ. അതാകുന്നു ക്ഷേത്രം, അതാകുന്നു പള്ളി, അതാകുന്നു ഖനീസ, അതാകുന്നു ചർച്ച്, അതാകുന്നു ആരാധനാലയം, അതാകുന്നു ക്ഷേത്രാങ്കണം. ഇതെല്ലാ വിശ്വാസങ്ങൾക്കും ബാധകമാണ്. മനുഷ്യൻ മനുഷ്യനെ സ്നേഹിച്ചു നോക്കൂ, മനസ്സിനകത്തൊരു പള്ളി ഉണ്ടാക്കുന്ന മലയാളത്തിലൊരു ഗാനമുണ്ട്. അതിലേതു ജാതിക്കും കേറാമെന്നോർക്ക്, അതിലൊരു നിസ്കാരപ്പായ വിരിക്ക്. നമ്മൾ കേട്ടിട്ടുണ്ടാവും. അതാണ് ഈ പറഞ്ഞത്. യുവർ ഫിലോസഫി ഈസ് സിമ്പിൾ കൈൻഡ്നെസ്. നിങ്ങളിലുള്ള ഏറ്റവും വലിയ തത്വശാസ്ത്രം ദയയാകുന്നു, കാരുണ്യമാകുന്നു, സ്നേഹമാകുന്നു. അതാണ് ദൈവം
കാരുണ്യമാകുന്നു, ദൈവം സ്നേഹമാകുന്നു. സാധാരണ ക്രിസ്തീയ സഹോദരന്മാരൊക്കെ പ്രയോഗിക്കാറുള്ള പദമാണ്. പക്ഷേ ക്രിസ്തീയ സഹോദരന്മാരെക്കാൾ കൂടുതൽ അത് ഏറ്റുപറയേണ്ട ആളുകളും പ്രയോഗവൽക്കരിക്കേണ്ട ആളുകളും മുസ്ലിങ്ങളാണ്. കാരണം വിശുദ്ധ ഖുർആനിലെ 114 അധ്യായങ്ങളിൽ 113 അധ്യായങ്ങളും ആരംഭിക്കുന്നത് ബിസ്മില്ലാഹ് അർ-റഹ്മാൻ അർ-റഹീം എന്നാണ്. ഏത് പടച്ചവന്റെ നാമത്തിൽ ആരംഭിക്കുന്നത്? കരുണാവാരിധിയും കാരുണ്യവാനുമായ കരുണക്കടലായ പടച്ചതമ്പുരാന്റെ നാമത്തിൽ. എല്ലാ കർമ്മങ്ങളും അങ്ങനെയാണ്. വിശുദ്ധ ഖുർആന്റെ പാരായണവും യാത്രയും ഭക്ഷണം കഴിക്കലും ഏതെല്ലാം നല്ല കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളുടെ മുഴുവൻ തുടക്കത്തിൽ ഈ കാരുണ്യവാനായ തമ്പുരാന്റെ നാമത്തിലാണ് ഞാൻ ആരംഭിക്കുന്നത്, ഞാനും ഇതാ ഒരു കരുണയുടെ പ്രതീകമായിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് പടച്ചതമ്പുരാൻ. കരുണ എന്ന് പറയുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനസ്സിൽ കൊണ്ടു നടക്കാനുള്ള ഒന്നല്ല. ലവ് ഈസ് എ റിസർവോയർ. നമ്മളിതൊക്കെ ഉണ്ടത് സ്നേഹം, ദയ, കാരുണ്യം എന്നൊക്കെ പറയുന്നത് നമ്മുടെ മനസ്സിലുള്ള വലിയൊരു റിസർവോയറാണ്. അത് കെട്ടിക്കിടക്കാനുള്ളതല്ല, അത് ഒഴുകിക്കൊണ്ടിരിക്കണം എന്നാണ്. ഒഴുകിക്കൊണ്ടിരിക്കുമ്പോൾ അത് കൂടുതൽ തെളിമയുള്ളതാകും, ശുദ്ധമാകും. അതിലേക്ക് കൂടുതൽ പുതിയ പുതിയ ജലം വന്നുകൊണ്ടിരിക്കും. കെട്ടിക്കിടക്കുന്ന സ്നേഹം അത് ദുർഗന്ധമുള്ളതായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഒരാൾ വന്നിട്ട് പറഞ്ഞു, ആ പോകുന്ന മനുഷ്യനെ എനിക്ക് ഇഷ്ടമാണ്. അപ്പൊ നബി ചോദിച്ചു, നീ അയാളോട് പറഞ്ഞോ? ഇല്ല, പറഞ്ഞില്ല. എങ്കിൽ പോയിട്ട് പറയൂ അയാളോട്. പോയി പറയൂ, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ് എന്ന് പറയുവാൻ, വിളിച്ചു പറയുവാനാണ് ഇസ്ലാം പറയുന്നത്. ഐ ലവ് യു എന്ന് ശരിക്കും പറയേണ്ടത് ആരാ? ശരിക്കും മുസ്ലിങ്ങളാ. പക്ഷെ ഇന്ന് ഐ ലവ് യു എന്ന് പറഞ്ഞാൽ അതിന് വേറെ അർത്ഥമുണ്ട്. ആ അർത്ഥം മാറ്റി കുറിക്കേണ്ട ആളുകളാണ് നമ്മൾ. സ്നേഹം, ദയ, കാരുണ്യം, പ്രേമം, കനിവ്, ദയാവായ്പ്, ഇത്തരം ഗുണങ്ങളിലൊക്കെയാണ് മതം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്നത്. അതിന് എതിരായിട്ടുള്ള ശബ്ദങ്ങൾ എവിടെയെല്ലാം കേൾക്കുന്നുണ്ടോ അതൊന്നും മതമല്ല എന്ന് മനസ്സിലാക്കുക. നമ്മൾ ആരെന്തൊക്കെ പറഞ്ഞാലും വി ഗെറ്റ് വാട്ട് വി ഗിവ്. നമ്മൾ കൊടുക്കുന്നത് എന്താണോ അതാണ് നമുക്ക് ലഭിക്കുന്നത്. ഇർഹമൂ മൻ ഫിൽ അർള്. നിങ്ങൾ ഭൂമിയുള്ള മുഴുവൻ ചരാചരങ്ങളോടും കരുണ കാണിക്കുക. ഇർഹമുക്കും മൻ ഫിസ് സമാ. ആകാശത്തിലുള്ള സൃഷ്ടാവ് നിങ്ങളോടും കരുണ കാണിക്കാതിരിക്കില്ല. കരുണാവാരിധിയായ അള്ളാഹുവിന്റെ കാരുണ്യവും ദയയും അലിവും കനിവുമുള്ള അടിമകളായി ജീവിക്കുവാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.